കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷം അത് തുടരുകയാണ്. തിരുവനന്തപുരത്ത് KSU-SFI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം പോലീസ് ലാത്തി വീശി. ഇപ്പോഴും പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഒരു KSU പ്രവർത്തകന്റെ തല പൊട്ടിച്ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത് SFI പ്രവർത്തകരുടെ ആക്രമണത്തിലാണ് അത് സംഭവിച്ചത് എന്നതാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒരു സീറ്റിൽ KSU വിജയിച്ചിരുന്നു. അത്തരം SFI പ്രവർത്തകന്റെ തലയ്ക്ക് പരുക്കേറ്റിരുന്നു എന്നുള്ളതാണ്. KSU പ്രവർത്തകന്റേതല്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോഴും ആ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? അനുജ, നിലവിലിപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല എന്ന് തന്നെ വേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുൻപാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു സംഘർഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. നമ്മൾ ആ ദൃശ്യങ്ങളിലടക്കം കണ്ടതാണ്. SFI പ്രവർത്തകന്റെ തലക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം. ഇരു കൂട്ടരും ചേരിതിരിഞ്ഞ് ആദ്യം ആക്രമിക്കുകയും പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. തിരുവനന്തപുരത്തെ രണ്ട് പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലെയും കൺട്രോൾ റൂമിലെയും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഘർഷം അത് തടയിടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ക്യാമ്പസ് പരിസരത്ത് നിന്ന് SFI KSU പ്രവർത്തകരെ പുറത്തിറക്കാൻ നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കഴിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ കഴിയില്ല എന്നൊരു ആശയക്കുഴപ്പം കൂടി അവിടെയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യമായി കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആളുകളെ മാത്രം നിർത്തിക്കൊണ്ട് മറ്റുള്ള വിദ്യാർത്ഥികളെ ഈ സർവകലാശാല ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്കിറക്കാനുള്ള ശ്രമം അതൊരു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിലവിലിപ്പോൾ ഒരു കൺട്രോൾഡ് സ്റ്റേജിലാണെങ്കിൽ കൂടി പൂർണ്ണ വിധത്തിൽ സംഘർഷത്തിന് അയവ് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുമില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേരത്തെ മുൻപും സമാനമായി കേരള സർവകലാശാലയിൽ പലവിധത്തിലുള്ള തർക്കങ്ങളടക്കം നമ്മൾ അത് സെനറ്റിലടക്കം പലവിധത്തിലുള്ള തർക്കങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നുണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാഗ്വാദം, അതിനപ്പുറത്തേക്ക് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയായിരുന്നു. കൂടുതൽ സേനാവിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടേക്ക് വിന്യസിച്ചെങ്കിലും പൂർണ്ണ അർത്ഥത്തിൽ ആ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് വിന്യാസം അത് ഈ സർവകലാശാല ആസ്ഥാനത്തും പരിസരത്തും നടത്താൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തും വിദ്യാർത്ഥികൾ അവർ ഈ കൂട്ടം കൂടി നിൽപ്പുണ്ട്. അവരെയും നിയന്ത്രിക്കുക പോലീസിനെ സംബന്ധിച്ച വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്. അല്പസമയം മുൻപാണ് ഈ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. യൂണിയൻ SFIക്ക് ആണെങ്കിൽ കൂടി ജനറൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 7-6 സീറ്റും SFI നേടി. അതേസമയം വൈസ് ചെയർപേഴ്സൺ സീറ്റ് അത് KSU നേടിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ ചില തർക്കമുണ്ടായി. ആ തർക്കത്തിന് പിന്നാലെയാണ് ഈ രീതിയിലേക്കുള്ള KSU ഒരു അട്ടിമറി വിജയമാണ് ഈ വൈസ് ചെയർപേഴ്സൺ സീറ്റിൽ നടത്തിയത്. വർക്കല SN കോളേജിലെ ആമിന ബ്രോഷ് എന്ന വിദ്യാർത്ഥിയായിരുന്നു ജയിച്ചതും. അതിലടക്കം നേരത്തെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തർക്കമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതെങ്ങനെയാണ് ഈ സംഘർഷം ആരംഭിച്ചത് ഷഫീദ്? ഈ KSUവിന്റെ വിജയം, അതുമായി തുടർന്നുണ്ടായ തർക്കം, അതിനുശേഷമാണോ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്? അപ്പോഴേ, അതായത് ഈ KSUവിന്റെ അട്ടിമറി വിജയം പ്രഖ്യാപിച്ചപ്പോഴേ തന്നെ ചില പ്രശ്നങ്ങൾ, ചില തർക്കങ്ങൾ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. 63 വോട്ടിനായിരുന്നു വർക്കല SN കോളേജിലെ ആമിന ബ്രോഷ് എന്ന വിദ്യാർത്ഥി KSU അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ സീറ്റിലേക്ക് ജയിച്ചത്. അത് ഒരു പക്ഷേ കേരള സർവകലാശാലയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു ഇതുണ്ടാകുന്നത്. പക്ഷേ ഈ യൂണിയൻ SFIക്ക് ആണെങ്കിൽ കൂടി നിലവിലിപ്പോൾ ആ സമയത്ത് തന്നെ ആ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതടക്കം ആ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. ആദ്യം വാഗ്വാദം ഉണ്ടാവുകയും പിന്നാലെ സംഘം തിരിഞ്ഞ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും കൂടുതൽ പോലീസിനെ വിന്യസിക്കും. അതിനപ്പുറത്തേക്ക് ഈ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഈ നിലവിലിപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ചിലരെ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഏതായാലും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നിലവിൽ സാഹചര്യം കുറച്ച് കൺട്രോൾഡ് ആണ്. പക്ഷേ എങ്കിൽ കൂടി കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടാകും. ഇനി കൂടുതൽ ഫലങ്ങൾ, അതായത് ഇനി ഒരു ഘട്ടം കൂടി പൂർത്തിയാകാനുണ്ട്. അതുകൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഈ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ഈ വിദ്യാർത്ഥികൾ മൊത്തം മാറിയതിനു ശേഷം മാത്രമേ പൂർണ്ണ അർത്ഥത്തിൽ ഈ സംഘർഷത്തിനൊരു അയവ് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അനുജ.